നെന്മാറയിൽ നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ അറസ്റ്റ് ചെയ്തത് നാട്ടുകാർക്കും പോലീസിനും ആശ്വാസം. എങ്കിലും അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങൾ നീതി നടപ്പാക്കുന്നതിൽ പോലീസ് നേരിടുന്ന സങ്കീർണതകളെയും വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നുണ്ട്. കേരള മനസ്സാക്ഷിയെ നടുക്കുന്ന സംഭവമാണ് നെന്മാറയിലുണ്ടായത്. 2019 സജിതയെ കൊന്ന ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇപ്പോൾ നടന്ന ഇരട്ടക്കൊലപാതകത്തിന് ശേഷം മുങ്ങിയ ഇയാളെ കണ്ടെത്താൻ പോലീസ് നന്നേ പാടുപെട്ടു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ചെന്താമരയ്ക്കായി പോലീസ് തെരച്ചിൽ നടത്തി. തമിഴ്നാട്ടിലും ഇയാൾ ജോലി ചെയ്തിരുന്ന മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടത്തിയ പോലീസ് പ്രദേശത്തെ കുളങ്ങളിലും കിണറുകളിലും പോലും തിരച്ചിൽ നടത്തുകയുണ്ടായി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ, പൊള്ളാച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ചെന്താമര ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഒരു വയലിൽ നിന്ന് സിം കാർഡും ബാറ്ററിയും നീക്കം ചെയ്തിരുന്ന പ്രതിയുടേതെന്ന് കരുതുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. ചെന്താമരയെ മട്ടായിയിൽ കണ്ടെത്തിയതോടെയാണ് വഴിത്തിരിവുണ്ടായതും അറസ്റ്റിലേക്ക് നയിച്ചതും. വളരെ നാടകീയമായിരുന്നു അറസ്റ്റ്. നാട്ടുകാരുടെ സംഘർഷഭരിതമായ ചുറ്റുപാടിലാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിപുലമായ തെരച്ചിൽ നടത്തിയിട്ടും 36 മണിക്കൂറിലധികം പോലീസിനെ ഇരുട്ടിലാക്കി ചെന്താമരയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ചെന്താമര ക്ഷീണിതനായിരുന്നെന്നും ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് പിടിയിലായതെന്നും പോലീസ് വ്യക്തമാക്കി. നാട്ടുകാരിൽ നിന്നും ആക്രമണം നേരിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ചെന്താമരയെ കസ്റ്റഡിയിലെടുത്തത്. ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ആവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസ് സ്റ്റേഷന് പുറത്ത് തടിച്ചുകൂടുകയും ഗേറ്റ് തകർത്ത് അകത്തു കടക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചും ലാത്തി വീശിയും ബലപ്രയോഗം നടത്തേണ്ടി വന്നു. പോലീസുമായി കോൺഗ്രസ് നേതാക്കളും തർക്കത്തിലേർപ്പെട്ടു. രാത്രി വൈകി പോലീസ് സ്റ്റേഷനിലെത്തിയ കെ. ബാബു MLA നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ മുൻകൈയെടുത്തെങ്കിലും രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യം സ്ഥിതി കൂടുതൽ വഷളാക്കി. പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവി നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M. മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു. നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിലും അന്വേഷണത്തെക്കുറിച്ചുള്ള സമയബന്ധിതമായ വിവരങ്ങൾ അവർക്ക് നൽകുന്നതിലും പോലീസ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള സങ്കീർണമായ കേസുകൾ അന്വേഷിക്കുന്നതിൽ പോലീസ് നേരിടുന്ന വെല്ലുവിളികളും സമൂഹവും തിരിച്ചറിയണം. പോലീസ് പലപ്പോഴും വലിയ സമ്മർദ്ദങ്ങളാണ് ജോലിയിൽ നേരിടുന്നത്. അവരുടെ ജോലി ഫലപ്രദമായി ചെയ്യാൻ സർക്കാരിൽ നിന്നും ആവശ്യമായ പിന്തുണയും നൽകേണ്ടതുണ്ട്. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പോലീസും നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും നെന്മാറ കേസിലൂടെ എടുത്തു കാണിക്കുകയാണ്. നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പോലീസ് മുൻകൈയെടുക്കണം. ഇത്തരത്തിലുള്ള സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് നേരിടുന്ന വെല്ലുവിളികളും സമൂഹം തിരിച്ചറിയണം.